ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. മഴ ഇന്ന് മഴ എല്ലാ നാട്ടിലും മഴയാണ്. മഴയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെയും മഴയായാൽ നമുക്ക് തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് ഇന്നൊരു വീഡിയോ ഇടണമെന്നോ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരണമെന്നോ വിചാരിച്ചതല്ല. സാഹചര്യം 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 നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പാചക വീഡിയോ ഇട്ടാലും പാചക വീഡിയോയ്ക്ക് വലിയ മഹിമയും ഗുണമയൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ നമുക്കിരുന്ന് കഥ പറഞ്ഞിട്ട ഒറ്റ വീഡിയോ ആയിട്ട് വീഡിയോ അങ്ങ് പോകും. പക്ഷേ പാചക വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് ടാസ്കും കാര്യമൊക്കെയാണ്. ഫോൺ എടുത്ത് വയ്ക്കുക, ഒരെണ്ണം ചെയ്യുക, പിന്നെ ക്യാമറ കട്ട് ചെയ്യുക, വീണ്ടും ഒരെണ്ണം ചെയ്യുക, ക്യാമറ കട്ട് ചെയ്യുക. ഇതെല്ലാം കഴിയുമ്പോൾ ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് പറക്കി എടുത്തിട്ട് എഡിറ്റ് ചെയ്യുക, പിന്നീട് അത് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യുക, വോയിസ് കൊടുക്കേണ്ടതിന് വോയിസ് കൊടുക്കുക. അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യവും എല്ലാം കഴിഞ്ഞ് അങ്ങ് കൊണ്ട് യൂട്യൂബിലോട്ട് അങ്ങ് തള്ളിക്കൊടുത്താലും കാണാൻ ആരുമില്ല. ഇപ്പം അതൊന്നുമല്ല വിഷയം. ഞാൻ വന്ന വിഷയം ഇപ്പോൾ വന്നെന്ന് വെച്ചാൽ ഇന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല. നാളെ എന്തെങ്കിലുമൊക്കെ പാചകങ്ങൾ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഈ വീഡിയോ എനിക്ക് ഇടണമെന്ന് തോന്നി. നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം നമ്മുടെ കാര്യങ്ങൾ പറയാൻ നിങ്ങളുണ്ട്. കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങളിപ്പോൾ ഫോൺ ഓൺ ചെയ്ത് വെച്ച് ഞാൻ അങ്ങോട്ട് പറയും. കേൾക്കുന്നവർ കേൾക്കട്ടെ. അപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ എത്തിയെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒന്നാലും ഒരു നിവർത്തിയില്ല സുഹൃത്തുക്കളെ. നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം നമുക്ക് ഒന്നിനൊന്നിനെ ഓരോരുത്തർ നമ്മളെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം നിങ്ങൾ ചോദിക്കുക കുടുംബക്കാരാണെന്ന്. കുടുംബക്കാർ കേൾക്കാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മളെ യൂട്യൂബിലും കുറേ മക്കളുമാരായാലും ചേച്ചിമാരായാലും എല്ലാവരുമൊക്കെ നമുക്ക് കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറേ പേര് നമ്മളിങ്ങനെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണും കേട്ടോ. നമ്മുടെ മുക്കും മൂലയും വിളുമ്പും നമ്മളെ വായിൽ നിന്ന് എന്താ വീഴണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കാണും. അതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരായാലും നമ്മുടെ ലൈവ് ചെയ്യുന്നതിൽ നമ്മുടെ ലൈവിലൂടെ വരുന്നവരായാലും എല്ലാവരെയും നമ്മൾ ഒരേ ലെവലിൽ കാണുന്നതാണ്. എല്ലാവരും ഒരേ ലെവലിലാണ്. നമുക്ക് എല്ലാവരും നമുക്ക് ഒന്നാണ്. അവിടെ അവർക്കാണ് സ്ഥാനം ഇവർക്കാണ് സ്ഥാനം എന്നൊന്നുമില്ല. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വന്നിരിക്കുമ്പോൾ ഇപ്പം തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയാലും ഡോക്ടർക്ക് ഡോക്ടറുടേതായ ജോലിയുണ്ട്, ടീച്ചർക്ക് ടീച്ചറുടേതായ ജോലിയുണ്ട്. നമ്മൾ ഏത് മേഖലയാണോ ഏറ്റെടുക്കുന്നത് അതിന് അതിൻ്റേതായ ഒരു ഇതുണ്ട്. നമ്മൾ ലൈവിൽ വന്നിരിക്കുന്ന നമ്മൾ വന്ന എല്ലാവരുടെ ഒരു സൈഡ് മാത്രം വശം പറയാൻ പറ്റില്ല, മറു സൈഡ് വശം പിടിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പൊതുവേ നമുക്ക് ഒരു ലെവലിലൊക്കെ ലൈവിലായാലും വന്നിരിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം ഒരു സൈഡ് ഒരാൾക്ക് വക്കാലത്ത് പറഞ്ഞ് അടുത്ത ആൾക്ക് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് പോയാലേ നമ്മൾ മാത്രമായിട്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ ഇതിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്. ആ ലെവലിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആരെ പിണക്കാനും പറ്റില്ല, ആരെ ഇണക്കാനും പറ്റില്ല, ആരോട് സൈഡ് നിൽക്കാനും പറ്റില്ല, അവിടെ നിൽക്കാനും പറ്റില്ല. ഇപ്പോൾ വന്ന് നമ്മളെ കൂടെ നമുക്ക് ലൈവിലൂടെ നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം കുറച്ച് പേരെ നമുക്ക് കൂട്ടായിട്ട് കിട്ടിയിട്ട് ഇപ്പോൾ അവർ കാരണം നമുക്ക് ലൈവ് തന്നെ നിർത്തേണ്ടി വരുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. ഒന്നാലും ഒരു നിവർത്തിയില്ല. നമ്മളവിടെ ചിരിച്ചുകൊണ്ട് നമുക്ക് പിന്നിൽ നിന്ന് ക്രൂശിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്താണ് ഈ വീഡിയോ ഇടുന്നതെങ്കിലും അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ പറയും, ഇത് എന്നെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിക്കും. ഇതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പോൾ എന്നെയാണോ ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കുന്നവരോട് പറയാം. അപ്പം നമ്മൾ ആ രീതിയിലാണ് കാണണമെന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരാൾ പറയുന്നതിന് മറുപടി ആയിട്ടായിരിക്കും ഞാൻ വീഡിയോ വരുന്നത്. ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ 4 സൈഡിൽ നിന്നും കൂടെ വരും എന്നെ ഉദ്ദേശിച്ചാണെന്ന്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ഉദ്ദേശിച്ചാണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും അപ്പോൾ എന്നെ അങ്ങനെ ആ രീതിയിൽ കാണുന്നത് കൊണ്ട് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്ന് നിങ്ങളന്ന് അങ്ങനെ അങ്ങ് വിചാരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിനും അത് കാണുന്നവർക്ക് അറിയാൻ പറ്റും ആരെ കുറിച്ചാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. പേരെടുത്ത് പറയാത്തത് കൊണ്ട് അതും നമുക്ക് ആരും ഇതിൽ പറയേണ്ട കാര്യമില്ല. നമ്മളൊരു പൊതു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഈ വീഡിയോ നമുക്ക് തലവേദന വന്നാലും ഈ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നാലും നമ്മൾ ആരുടെയും പേരിതിൽ പറയുന്നില്ല. വ്യക്തിപരമായിട്ട് നമ്മൾ ആരെയും പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയേണ്ട സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടേതായ അഭിപ്രായം നമുക്ക് പറയാം. മറ്റുള്ള രാജ്യത്തിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവും കാര്യമൊന്നുമില്ല. ഞാൻ ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അത് തെറ്റാണെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് വലിയ അറിവും കാര്യമൊന്നുമില്ല, വലിയ ലോക വിവരമൊന്നും
ഇല്ല. നമ്മുടേതായ അറിവ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളോ പിന്നീട് പാകപ്പിഴകളോ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക. നമുക്കറിയാവുന്നത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വന്ന് എനിക്ക് ലൈവ് ചെയ്യാൻ ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല കേട്ടോ. നമ്മളൊരു വീട് വെക്കാൻ ഇറങ്ങിയാലോ, നമ്മളൊരു ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയാലോ, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയാലോ, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ ഇറങ്ങിയാലോ, ഒരു ജോലി സ്ഥലത്ത് പോകാൻ ഇറങ്ങിയാലോ, എന്തിനു വേണ്ട ഏതൊരു ശുഭകാര്യത്തിന് ഇറങ്ങിയാലും എല്ലാ മനസ്സും ഒന്നായിട്ടിരുന്നാലേ നമ്മൾ ആ ഇറങ്ങുന്ന കാര്യം വിജയിക്കുകയുള്ളൂ. എല്ലാ മനസ്സും ഒന്നായിട്ട് സന്തോഷമായിട്ടിരുന്നാലേ ഇറങ്ങുന്ന കാര്യം വിജയിക്കുകയുള്ളൂ. പകുതി പേര് പല മൈൻഡ്, ഇപ്പുറത്തു നിന്ന് ഈ മൈൻഡ് ആയി നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങിയാൽ പോലും ആ വഴിക്കൊരു ഇരണം കിട്ടത്തില്ല. ഇപ്പോൾ എൻ്റെ ലൈവിൽ നടന്നു വരുന്നത് അങ്ങനെയാണ്. നമ്മൾ 1.5 വർഷം കൊണ്ട് ഞാനൊക്കെ ലൈവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇന്നലെയൊക്കെ വന്ന ആൾക്കാരൊക്കെ റീച്ചായി പോകുന്നുണ്ട്. നമ്മൾ അന്നും ഒന്നും നേരത്തെ ഉള്ള മേൽഗതി പോലും നമുക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വന്നിരിക്കുമ്പോഴേ നമ്മളെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒളിഞ്ഞിരുന്നുണ്ടായാലും പിന്നിൽ നിന്നിട്ടായാലും മുന്നിൽ നിന്നിട്ടായാലും നമ്മളെങ്ങനെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈവിൽ വന്നിരുന്നാൽ നമുക്ക് ഊർജിതമായിട്ട് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈവിൽ വന്നിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങൽ, കോട്ടുവായടക്കം, ഇതൊക്കെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ ഏത് വഴിക്കിറങ്ങിയാലും നമുക്കൊരു മനസ്സന്തോഷവും നമ്മളതിൽ സപ്പോർട്ട് ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് വഴിക്ക് ഇറങ്ങിയാലും നമുക്കൊരു മേൽഗതി ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെ സൈഡിലും പിന്നിലും നിന്ന് ഒളിഞ്ഞും പിളിഞ്ഞും നിന്ന് നമ്മളെ തകർക്കാൻ നോക്കുന്നിടത്തോളം നമ്മൾ താഴെ 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 വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും നിങ്ങളുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ലൈവ് എങ്ങനെയായാലും. അതുകൊണ്ട് ഞാൻ ലൈവിൽ നിവർത്തികേട് കൊണ്ട് ലൈവ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ കാവടി എടുത്ത് യൂട്യൂബിലോട്ട് ഇറങ്ങിപ്പോയി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വലിയ ഗുണമില്ല, ഷോർട്ട് ഇട്ടിട്ട് വലിയ ഗുണമില്ല. ലൈവ് ചെയ്തെങ്കിലും 10 പേര് നമ്മുടെ ലൈവിലോട്ട് നമ്മുടെ വീഡിയോസോ ഷോർട്ടോ കാണാൻ കയറട്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സമയമില്ലാത്ത നേരത്ത് പോലും നമ്മൾ ലൈവിൽ വന്ന് 2-3 മണിക്കൂർ ഇരുന്നാൽ പോലും നമുക്ക് വലിയ ഗുണമില്ല. എന്നിട്ട് നമ്മൾ പണ്ടാരം ഇന്നല്ലെങ്കിൽ നാളെ എങ്കിലും ഇത് ശരിയാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്. അതിനും ഇപ്പോൾ വന്ന് നമുക്ക് നിർവാഹമില്ലാത്ത അവസ്ഥയെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവ് തന്നെ ഉപേക്ഷിക്കേണ്ടതുള്ള പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവ് ഉപേക്ഷിക്കാൻ പോണെന്ന്. എന്നാലും ചില സമയം നമ്മൾ പറയുന്ന വാക്കുകൾ വീണ്ടും മാറി ചിന്തിക്കും. നമ്മളിങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ ആരോടെങ്കിലുമൊക്കെ വാശി കാണിച്ച് നമ്മൾ ലൈവൊക്കെ നടത്തിപ്പോയാൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ച ചാനൽ, ഇത്രയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പൊരുതി പോരാടി ഇത്രയൊക്കെ കൊണ്ടെത്തിച്ച ചാനൽ ഒരു നിമിഷം ആരോടെങ്കിലും വാശി തീർക്കാനോ ആരോടെങ്കിലും കോപം തോന്നിക്കാനോ നമ്മളിതൊന്നും നിർത്തി പോവേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പലവട്ടം വിചാരിക്കും. എങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ വീണ്ടും 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 നമ്മൾ മുന്നോട്ട് പോകാൻ പോയാലും നമുക്കിത് തന്നെയാണ് പ്രശ്നം. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇപ്പോഴും ഞാൻ പറയാണ്, നമ്മളെപ്പോലെ യൂട്യൂബുള്ള ആൾക്കാരോട് ഞാൻ വീണ്ടും പറയാണ്, ലൈവ് നടത്തുന്നവരായാലും വീഡിയോ ചെയ്യുന്നവരായാലും ഷോർട്ട് ചെയ്യുന്നവരായാലും ദയവ് ചെയ്ത് നിങ്ങൾ ആരെയും കൂടുതൽ സ്നേഹിക്കാതിരിക്കുക. അമിതമായിട്ട് ആരെയും സ്നേഹിക്കാതിരിക്കുക, ആരെയും വിശ്വസിക്കാതിരിക്കുക. അത് നാളെ നിങ്ങൾക്ക് ദോഷം ചെയ്യും. എൻ്റെ അറിവിലൂടെ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നേരിട്ടതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആരെയും കൂടുതലായിട്ട് അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക, സ്നേഹിക്കാതിരിക്കുക. എല്ലാം ഒരു ലിമിറ്റിന് പോവുക. നമ്മൾ ഓവറായിട്ട് ആരെ സ്നേഹിക്കുന്നു, ആരെ നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നു, അത് നമുക്ക് പിന്നീട് വിഷമായിട്ട് വരും. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളത്. ആരുടെയും പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ആരുടെയും വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടില്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി ചോദ്യങ്ങളും കൊണ്ട് വരല്ലേ. എന്നെയാണോ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ, എന്നെ മാത്രം ഉദ്ദേശിച്ചാണോ എന്ന്. അങ്ങനെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളും നമ്മളെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിക്കണമെന്ന് ഞാനങ്ങ് വിചാരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയല്ലേ, ഇത്രയൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ നിങ്ങൾ എത്രയൊക്കെ തകർക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ നോക്കിയാലും നമ്മുടേതായ വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ നിൽക്കും. പോകുന്നിടത്തോളം പോട്ടെന്നേ. ആർക്കും ആരുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. ഞാനും കിടന്ന് കുര എന്തൊക്കെ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. നാളെ എൻ്റെ കാര്യം ഈ ലൈവ് കഴിഞ്ഞ് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്താണെന്നൊന്നും ഒരു നിശ്ചയവുമില്ല. എന്നാലും നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർ പറയുന്നുണ്ട്, ഓരോരുത്തർ വലിയ വലിയ യൂട്യൂബറെയൊക്കെ എടുത്ത് നമ്മൾ പേര് പറഞ്ഞ് നമ്മൾ റീച്ച് ആവാൻ നോക്കണമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലപ്പാ. നമ്മൾ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് നമ്മൾ വൈറലാവാൻ നോക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. കാണുന്നവർ കാണുക, സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.